ട്രംപ് ഇപ്പോൾ നെട്ടോട്ടത്തിലാണ്. കാരണം യുദ്ധപ്രഖ്യാപനം നടത്തിപ്പോയി, അതങ്ങ് തുടങ്ങി വെച്ചും പോയി. ഇനി എങ്ങനെയെങ്കിലും അതിൽ നിന്ന് ഒന്ന് പുറത്ത് കടക്കണം, അതിനുള്ള മാർഗങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിലാണ് പുതിയ പുതിയ കാര്യങ്ങൾ വരുന്നത്. ട്രംപിൻ്റെ പല തീരുമാനങ്ങളും പല തീരുമാനങ്ങളിൽ മേലും തിരിച്ചടി അദ്ദേഹം തന്നെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണമായിട്ട് ഈ പകരച്ചുങ്കം, അതുപോലെ തന്നെ അധിക ചുങ്കം എന്നൊക്കെയുള്ള പേരിൽ തോന്നിവാസം പോലെ നികുതി ഈടാക്കി ഓരോ രാജ്യങ്ങളുടെ പേരിൽ വൈരാഗ്യം വെച്ച് തോന്നുന്നത് പോലെ ഇഷ്ടമുള്ള ആ രീതിയിൽ അങ്ങോട്ട് പെരുമാറാൻ തുടങ്ങിയത് അവിടുത്തെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ സുപ്രീം കോടതി എടുത്ത് ചവറ്റുകൊട്ടയിൽ എറിഞ്ഞു ഈ തീരുമാനം. അതിനൊന്നും ഇയാൾക്ക് അധികാരമില്ല, ഇതൊന്നും ചെയ്യണ്ട, അനങ്ങാതിരുന്നാൽ മതി എന്നുള്ളത് രീതി പറഞ്ഞു. കോൺഗ്രസിൻ്റെ അനുവാദമില്ലാതാണ് ഇതെല്ലാം ചെയ്തേക്കുന്നത്. ഇനി അമേരിക്കൻ കോൺഗ്രസിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഇപ്പോൾ ഉടൻ വരാൻ പോവുകയാണ്. ആ ഒരു ബുദ്ധിമുട്ട് അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്താണെന്നറിയോ, എനിക്ക് ഈ ചുങ്കം ഏർപ്പെടുത്താനുള്ള അവകാശമുണ്ട്. പകരച്ചുങ്കം ഏർപ്പെടുത്തി പല രാജ്യങ്ങളെയും ഞാൻ അവരേത് അനധികൃതമായിട്ട് പണം ഒരുപാടുണ്ടാക്കി അമേരിക്കയുടെ പേരിൽ പണം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന രാജ്യങ്ങളുടെ പേരിലാണ് ഞാൻ ഇതേപോലൊക്കെ ഉള്ള ചുങ്കം ചുമത്തിയത്. അതിനുള്ള അധികാരം എനിക്കുണ്ട്. ഇതിപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് കോടതിക്കറിയാം. ഇത് ഈ പേരിലല്ലെങ്കിൽ ഞാനത് വേറെ വിധത്തിൽ ചുമത്തും. ഇനി പുതിയതായിട്ടൊരു പരുവത്തിൽ ചുമത്താനുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ ട്രംപ്. അതിനുവേണ്ടി ഈ 301 വകുപ്പ് അനുസരിച്ചുള്ള ഒരു അന്വേഷണം എന്നാ പറഞ്ഞേ, ആ അന്വേഷണം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുക പല രാജ്യങ്ങളുടെ, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പേരിലൊക്കെ. കാരണം അവിടെ ഉൽപ്പാദനത്തിനും ഈ സംസ്കരണത്തിനും ഒക്കെ ആയിട്ട് അനധികൃത മാർഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നും അതിൽ നീതിരഹിതമായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ടോ എന്നും ആ രാജ്യങ്ങളിൽ, കാരണം എങ്ങനെയെങ്കിലും ഉപദ്രവിക്കണമല്ലോ. അപ്പോൾ അതുവരെ മെക്സിക്കോ, ചൈന, ഇന്ത്യ തുടങ്ങിയുള്ള ഒരു വലിയ കാനഡ, അങ്ങനെയുള്ള എല്ലാ രാജ്യങ്ങളുടെയും പേരിൽ ഇതേപോലെ തന്നെ ഈ ഒരു അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വന്നേക്കുക. കാരണം ഇത് വേറൊരു പേരിൽ ഇനി ചുങ്കം ചുമത്താനുള്ള പരിപാടിയാണ്. ഇനി അത് എന്ത് ചെയ്താലും ശരി, അത് അമേരിക്കൻ സുപ്രീം കോടതിയുടെ വിധിയെ അത് മറികടക്കാനൊന്നും പറ്റുന്നതല്ല, ബുദ്ധിമുട്ടുമാണ്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ ഉള്ള കാര്യമെന്ന് പറയുന്നത്, ഹോർമൂസ് കടലിടുക്ക് അത് അടച്ചേക്കാണ് ഇറാൻ ഇഷ്ടമുള്ളവരുടെ മാത്രം കപ്പലുകളെ കടത്തിവിടും. അപ്പോൾ എല്ലാ രാജ്യങ്ങളോടും, അതായത് യൂറോപ്യൻ യൂണിയൻ, നാറ്റോയുടെ രാജ്യങ്ങളോടും, നാറ്റോയിലെ അംഗങ്ങളായിട്ടുള്ള രാജ്യങ്ങളോടും, അതേപോലെ തന്നെ ചൈനയോടും മറ്റും ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളോടുമൊക്കെ സഹായം അഭ്യർത്ഥിച്ചു ട്രംപ്. അവരെ കപ്പലുകൾ അയക്കണം, ഈ ഹോർമൂസ് കടലിടുക്കിലൂടെ സുഗമമായിട്ടുള്ള കപ്പൽ ഗതാഗതത്തിന് വഴിയൊരുക്കാനായിട്ട് അവിടെ അയക്കണം. കാരണം ഇറാനെ യുദ്ധത്തിലേക്ക് പതുക്കെ വലിച്ചിടാനുള്ളൊരു പരിപാടിയായത്, വളരെ കൂളായിട്ട് ചെയ്ത കാര്യമാണ്. ഇത് തിരിച്ചറിഞ്ഞിട്ട് ഇവരൊന്നും ഇതിന് തയ്യാറാവത്തില്ല. ഇപ്പം തന്നെ ചൈനയെ തയ്യാറാവാത്തതിൻ്റെ കാരണം, ചൈന ആയിട്ട് ചൈനയ്ക്ക് ഇറാനുമായിട്ട് നല്ല ബന്ധമുള്ളത്. ചൈനയുടെ കപ്പലുകൾ ഹോർമൂസ് കടലിൽ കൂടെ വന്നാലൊന്നും അവരാരും ഒന്നും ഇറാനൊന്നും ആക്രമിക്കത്തില്ല. അവർക്ക് ഫ്രീ പാസേജ്, ഒരു പ്രശ്നവുമില്ല. ബ്രിട്ടൻ ഇതിൻ്റെ കുഴപ്പം അറിഞ്ഞു മനസ്സിലാക്കി. ഒരുപാട് അധിനിവേശം നടത്തിയിട്ടുള്ള രാജ്യമാണ് ബ്രിട്ടൻ. അവർ ഇതിൻ്റെ എല്ലാം കുഴപ്പങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് ഇപ്പോൾ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയാണ്. അവരെ ഇത് വലിച്ചിടാൻ നോക്കി, അവർ നിന്നില്ല. നാറ്റോയിലെ രാജ്യങ്ങൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, അതിനകത്ത് ഈ യുദ്ധത്തിൽ ഞങ്ങളെ വലിച്ചിടാൻ നോക്കേണ്ട കാര്യമില്ല എന്നുള്ള ഒരു തീരുമാനം അവരെടുത്തു. അപ്പോൾ വിരളി കൊണ്ട് എന്തൊക്കെ ചെയ്യണം എന്നറിയാൻ വയ്യാതെ നടക്കുകയാണ്. അങ്ങനെ ഷീ ജിൻപിങ്ങും ട്രംപുമായിട്ടുള്ള ഒരു ഉച്ചകോടി ചൈനയിൽ വെച്ച് നടക്കാനിരിക്കുകയായിരുന്നു. ആയിട്ടും അമേരിക്കൻ പ്രസിഡന്റ് 2017 ചൈന സന്ദർശിച്ചിട്ടുള്ളത്. അതും വേറെ ആരുമല്ല, അതും ട്രംപാണ്. ആദ്യത്തെ ട്രംപ് ഭരണകൂടത്തിലുള്ള സമയത്താണ്. ഇപ്പോൾ ഒരു ഉച്ചകോടി ഇവർ തീരുമാനിച്ചിരുന്നു, ഷീ ട്രംപ് ഉച്ചകോടി. അത് മാർച്ച് 26 മുതൽ ഏപ്രിൽ 2 വരെയാണ് ആയിരുന്നു തീരുമാനിച്ചിരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് അവസാന നിമിഷം ട്രംപ് പിന്മാറുകയാണ്. ട്രംപ് പറഞ്ഞു ഇതിനൊരു തീരുമാനം വന്നതിന് ശേഷം മതി എന്ന്. കാരണം തീരുമാനം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ചൈന കയറി ഇടപെടണം.
അയാൾക്ക് വേണ്ടി. അങ്ങനെ ഇടപെടുന്നില്ലെങ്കിൽ ഇതില്ല എന്നുള്ളതാണ്. ചൈനയ്ക്ക് വലിയ കാര്യമൊന്നുമല്ല ഇത്. അവർ പറഞ്ഞു ഇല്ലെങ്കിൽ വേണ്ട എന്നുള്ള രീതിയിൽ അവരിയ്ക്കുകയാണ്. അങ്ങനെ ആ ഉച്ചകോടിയുടെ കാര്യത്തിൽ ഏതാണ്ടൊരു തീരുമാനമായിരിക്കുകയാണ്, അത് നടക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതോടനുബന്ധിച്ച് വേറൊരു ഗുരുതരമായ കാര്യം ഇന്ത്യക്കെതിരെ ഡൊണാൾഡ് ട്രംപ് നടപ്പാക്കി. അതായത് നമ്മളൊരു വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശതകോടികൾ മുടക്കിയാണ് നമ്മൾ ചബഹാർ തുറമുഖം, ഇറാൻ്റെ ചബഹാർ തുറമുഖം ഇറാനിൽ നമ്മൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ആണത് ആ തുറമുഖം. അതിനോട് ചേർന്നുള്ള സ്ഥലത്തൊക്കെ ബോംബിട്ടുമ്പോൾ അമേരിക്ക. അപ്പോൾ അത് നമുക്ക് നമ്മുടെ രീതിയിൽ നമ്മുടെ ഭാഗത്തോട്ടുള്ള കടന്നുകയറ്റമായിട്ട് അതിനെ എടുക്കാൻ പറ്റുള്ളൂ. അതായത് ആ ചബഹാർ തുറമുഖത്തിനൊരു വലിയ പ്രത്യേകതയുള്ളതെന്ന് പറഞ്ഞാൽ ഹോർമൂസ് കടലിടുക്കിനെ ആശ്രയിക്കാതെ ഇന്ത്യൻ ഓഷനിലേക്ക് ഡയറക്റ്റായിട്ട് ഇറാനിൽ നിന്ന് കയറുന്ന ഒരു കവാടം കൂടാണത്, ആ ചബഹാർ ആ തുറമുഖം എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ നമുക്ക് പാകിസ്ഥാൻ്റെ ഇടപെടലൊന്നും ഇല്ലാതെ തന്നെ സുഗമമായിട്ട് അഫ്ഗാനിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, താജിക്കിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾക്കും ഒക്കെ ഇത് ഈ തുറമുഖം വളരെ ഉപയോഗം ചെയ്യുന്നതാണ്. ഇറാനിൽ നിന്ന് എണ്ണയൊക്കെ ഇതുവഴി സുഗമമായിട്ട് കൊണ്ടുവരാം, നേരെ ഇന്ത്യൻ ഓഷനിലേക്ക് കയറാം. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യാപാര ഓപ്പണിങ്ങിനെ പറ്റിയ ഒരു സ്ഥലമാണ്, ഒരു സ്വതന്ത്ര വ്യാപാര മേഖലയാണത്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഈ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ തന്നെ വിടും ആ ഭാഗവും. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അവിടുന്ന് ഡയറക്റ്റായിട്ട് ഈ ഇന്ത്യൻ തുറമുഖത്തുനിന്ന് സുഗമമായിട്ട്, അതായത് ചബഹാർ തുറമുഖത്തുനിന്ന് വളരെ സുഗമമായിട്ട് കപ്പലുകൾക്ക് യഥേഷ്ടം നേരെ ഈ ഹോർമൂസ് കടലിടുക്കിനെ ആശ്രയിക്കാതെ തന്നെ ഇന്ത്യൻ ഓഷനിലേക്ക് കയറാം, ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കയറാം. അപ്പോൾ അത് അമേരിക്ക അതിന് യഥാർത്ഥത്തിൽ ഇറാന് മേൽ ഏർപ്പെടുത്തിയ ഉപരോധം ഈ തുറമുഖത്തിന് മേളിൽ ഏർപ്പെടുത്തി. അപ്പോൾ ഇന്ത്യയുടെ തുറമുഖമാണ്, ഇന്ത്യയുടെയാണത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവസാനം ഇന്ത്യയുടെ അഭ്യർത്ഥന മാനിച്ച് ഏതാനും ആഴ്ച ഈ ഉപരോധം ഒന്ന് നിർത്തിവെച്ചിട്ടുണ്ട്. അത് നിർത്തിവെച്ച് അത് നിലവിലിരിക്കുമ്പോഴാണ് ഇപ്പോൾ ഈ ബോംബ് വർഷിച്ചേക്കുന്നത് അവിടെ. അപ്പോൾ ആ തുറമുഖത്തിന് എന്തെങ്കിലും നഷ്ടം വന്നാൽ, അതിന് നാശം ഉണ്ടായാൽ യഥാർത്ഥത്തിൽ നഷ്ടം വരുന്നത് നമ്മുടെ രാജ്യത്തിനാണ്. ഇന്ത്യക്ക് വൻ നഷ്ടം ഉണ്ടാവും. ശതകോടികൾ മുടക്കിയാണ് ഇങ്ങനൊരു പ്രോജക്റ്റ് ഇന്ത്യ ചബഹാർ തുറമുഖം ഡെവലപ്പ് ചെയ്തെടുത്തേക്കുന്നത്. ആ തുറമുഖം സ്ഥാപിച്ചേക്കുന്നത് യഥാർത്ഥത്തിൽ നമുക്കും മറ്റ് രാജ്യങ്ങൾക്കും വേണ്ടിയാണ്. ഈ ഇന്ത്യൻ ഓഷനിലേക്ക് ഇറാനിൽ നിന്നുള്ള ഡയറക്റ്റ് ഒരു മുഖമാണത്. അപ്പോൾ അത് ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ട്രംപ് എടുത്തേക്കുന്ന തീരുമാനം. അപ്പോൾ ഇതിൻ്റെ ഈ നടപടികളെന്നൊക്കെ പറയുന്നത് ഇന്ത്യയെ ഒരുപാട് പ്രകോപിപ്പിക്കാൻ വേണ്ടിയാണ്. പിന്നെ ഇന്ത്യ പ്രകോപിതരൊന്നും ആവത്തില്ല, അത് നമുക്കറിയാമല്ലോ കാര്യം എന്താണെന്ന്. അതുകൊണ്ട് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നഷ്ടം വന്ന് അങ്ങ് പോട്ടെന്ന് നോക്കും. കാരണം വേറെ ആർക്കും അല്ലല്ലോ നഷ്ടം വരുന്നത്, ഇന്ത്യയുടെ ജനങ്ങൾക്കല്ലേ, നേതൃത്വത്തിനല്ലല്ലോ നഷ്ടം വരുന്നത്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഏതായാലും ഇപ്പോൾ ട്രംപ് ആകെപ്പാടെ ഓടി നടക്കാണ്. എന്തൊക്കെ കാണിച്ച് കൂട്ടുന്നെന്ന് ട്രംപിന് പോലും അറിയില്ല. കാരണം ആ രീതിയിലാണ് ഇതിൽ കയറി അങ്ങ് ഇടപെട്ട് പോയത്. പ്രശ്നമായി ആകെപ്പാടെ ബുദ്ധിമുട്ടിലിരിക്കുകയാണ് അദ്ദേഹം.